നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ് കേട്ടോ. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കേണ്ട ഈ അപ്പം ഇത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഞാൻ പല വീഡിയോയും ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്കിതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇവിടെ ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 2 പിടി തേങ്ങ. ഇതിപ്പോൾ നല്ല മൂത്ത തേങ്ങയല്ല, അധികം മൂക്കാത്ത തേങ്ങയാണ്. 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചോറ് ഒരു 4 ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്ത്. ഇത് മട്ടയരിയുടെ ചോറാണ്. ചോറ് ചേർക്കുമ്പോൾ ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാൻ കേട്ടോ, മട്ടയരിയുടെ ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാവെള്ളമാണ്. ഞാൻ തേങ്ങാവെള്ളം മാത്രം ചേർത്താണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 2 ദിവസം നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. നല്ല തണുത്ത വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ നല്ല അപ്പം ഇരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ആവശ്യമില്ലാത്തവർ അത് ഇടേണ്ടതില്ല. പഞ്ചസാരയും കൂടെ ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ടതാണ്, മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇളക്കാനോ ഒന്നിനും പോകണ്ട, അടപ്പെടുത്ത് അടച്ച് അങ്ങ് വെച്ചിരുന്നാൽ മതി. നാളെ രാവിലെ നോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങിയിരിക്കുവേ. ഇപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെയായി. നമുക്ക് മാവ് എന്തായെന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടേ. ഞാൻ ഇതിൽ ഈസ്റ്റൊന്നും ചേർക്കാറില്ല കേട്ടോ. ഈസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലൊന്നും എനിക്ക് ഇഷ്ടമില്ല, അത് ചേർക്കാറില്ല. പിന്നെ ബേക്കിംഗ് സോഡ, ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ ചേർക്കാറുണ്ട്. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് മാവ് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാനായിട്ട്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ, ഞാൻ അപ്പം ഉണ്ടാക്കി തുടങ്ങിയേ. നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടില്ലേ എന്ത് സോഫ്റ്റ് ആണെന്നറിയോ. സോഫ്റ്റ് മാത്രമല്ല കേട്ടോ, നല്ലൊരു സ്മെല്ലാണ് ഇതിൽ നിന്ന് വരുന്നത്. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലാണ്. ഇത് നല്ലൊരു സ്മെല്ലാണ്, നമുക്ക് കൊതിയൂറുന്ന സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല അതെല്ലാം കുറേശ്ശെ മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ തിളപ്പിച്ചെടുക്കും കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.